Hi, myself Dr. Arshad. I am Senior Consultant Cardiologist working with SK Hospital Trivandrum. ഇന്ന് നമുക്ക് കുറച്ച് ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് സംസാരിക്കാം. ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ വർഷങ്ങളായി തന്നെ ആൻജിയോപ്ലാസ്റ്റിയെക്കുറിച്ച് അറിയാം. ഇപ്പോൾ തുടയിലെ രക്തക്കുഴലിലൂടെയോ അല്ലെങ്കിൽ കയ്യിലുള്ള രക്തക്കുഴലിലൂടെയോ പ്രധാനമായിട്ടും ശുദ്ധ രക്തവാഹിനിയായിട്ടുള്ള രക്തധമനികളിലൂടെയോ ഒരു കത്തീറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബ് കടത്തി ഒരു പ്ലാസ്റ്റിക് ആവശ്യമായിട്ടുള്ള ഒരു വയർ രക്തക്കുഴലിലൂടെ കടത്തിക്കൊണ്ടുപോയി അത് കഴുത്തിന് ശേഷം ബലൂൺ വെച്ച് വികസിപ്പിച്ച് സ്റ്റെൻഡ് ഇട്ട് വരുന്ന ഒരു മാർഗത്തിനെയാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതിന് കൂടുതലായിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇന്ന് വളരെ സർവ്വസാധാരണമായിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ആൻജിയോപ്ലാസ്റ്റി എന്നത്. ഇത് കൂടുതലായിട്ട് ചെയ്തു വരുന്ന ഹൃദയ രക്തധമനികളിലുള്ള ബ്ലോക്കുകൾ അല്ലെങ്കിൽ തടസ്സങ്ങളിലാണ്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇന്നൊരു പ്രധാന കാര്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയെ കുറിച്ചാണ്. എന്താണ് ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി? ആൻജിയോപ്ലാസ്റ്റിയിൽ ഒരു സെക്ഷനാണ് ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതായത് ഹാർട്ടിലെ ഹൃദയ രക്തധമനികളിൽ 100% ഉണ്ടാകുന്ന ബ്ലോക്കുകളിൽ, അതായത് മേജർ അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ, അത് ഏത് സമയത്താണെങ്കിലും, രാത്രി 3 മണിക്കാണെങ്കിലും രാവിലെ 6 മണിക്കാണെങ്കിലും അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് 7 മണിക്കാണെങ്കിലും അപ്പോഴുണ്ടാകുന്ന അറ്റാക്കുമായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഹൃദയാഘാതവുമായിട്ട് പേഷ്യൻ്റ് വരുമ്പോൾ അതേ സമയത്ത് തന്നെ ചെയ്യുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റി, താമസം ഉണ്ടാകാതെ ചെയ്യുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ലോകാകമാനം ഈ പ്രൊസീജിയറിന് വളരെയധികം അക്സെപ്റ്റൻസ് കിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ മരുന്ന് കൊണ്ട് ബ്ലോക്കുകൾ അലിയിപ്പിച്ച് കളയാനാണ്. ഇങ്ങനെയുള്ള പെട്ടെന്ന് വരുന്ന അറ്റാക്കുകളിൽ 100% രക്തധമനികൾ തടസ്സം ഉണ്ടാകുന്ന സമയത്ത് മരുന്ന് കൊണ്ട് രക്തധമനികളിലുള്ള ബ്ലോക്കുകൾ അലിയിപ്പിച്ച് കളയാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ പലപ്പോഴും കണ്ടുവരുന്നത് 50 മുതൽ 70% സാധ്യത മാത്രമേ രക്തധമനിയിലെ ബ്ലോക്കുകൾ ഭാഗികമായെങ്കിലും മാറാനുള്ള സാധ്യത ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും കുറച്ചുകൂടെ എഫക്റ്റീവായിട്ടുള്ള മാർഗം എന്നുള്ള നിലയിൽ 99% എഫിക്കസി തരാൻ പറ്റുന്ന ആൻജിയോപ്ലാസ്റ്റിക്ക് ആ സമയത്ത് എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു മാർഗം വരികയും ഫൈനലി പല പഠനങ്ങളും പറഞ്ഞിരിക്കുന്നത് മരണനിരക്ക് ഗണ്യമായിട്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിലൂടെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്ററിൽ മരുന്ന് കൊണ്ട് രക്തധമനികളിലെ തടസ്സങ്ങൾ മാറ്റാതെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് തന്നെയാണ് വളരെ അഭികാമ്യം. പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്. ഈ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഡോറിലെത്തിക്കഴിഞ്ഞ് 90 മിനിറ്റിനുള്ളിൽ ആൻജിയോപ്ലാസ്റ്റി നടന്നിരിക്കണം. എങ്കിൽ മാത്രമേ അതിൻ്റെ എഫിക്കസി ഏറ്റവും ബെസ്റ്റായിട്ട് ആ വരുന്ന പേഷ്യൻറ്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെയുള്ള എമർജൻസികളിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൻ്റെ ഡോറിലെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ECG എടുക്കണം. അറ്റാക്കാണ് അല്ലെങ്കിൽ മേജർ അറ്റാക്കാണെന്ന് ഫസ്റ്റ് ECG കാണുന്നതിലൂടെ തന്നെ എമർജൻസി ഫിസിഷ്യൻ അല്ലെങ്കിൽ ഒരു വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജി ഹോസ്പിറ്റലിലുള്ള ഒരു കാർഡിയോളജി പ്രിലിമിനറി ഫിസിഷ്യന് അത് ഡയഗ്നോസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് 10 മിനിറ്റിനുള്ളിൽ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക്ക് ബന്ധുക്കളും പേഷ്യൻറ്റും വില്ലിങ് അല്ലെങ്കിൽ സമ്മതം മൂളിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ടത് എവിടെ നിന്നാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസ് എന്ന് വെച്ചാൽ ഇതിൽ ഒരു 7 പേര് ഇൻവോൾവ് ആണ്. പ്രത്യേകിച്ച് 3-4 സ്ക്രബ് നേഴ്സസ് കാണും, 2-3 ടെക്നീഷ്യൻസ് കാണും, കാർഡിയോളജിസ്റ്റ് വേണം, ജൂനിയർ ഡോക്ടേഴ്സ് വേണം, അനസ്തേഷ്യ ബാക്കപ്പ് ഉള്ള ഡോക്ടേഴ്സ് വേണം. ഇവരെല്ലാം കൂടി കാത്ത് ലാബ് എന്ന് പറയുന്ന ഒരു സെൻറ്ററിലോട്ട്, ഒരു സീരിയലോട്ട് അസംബിൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അവിടെ അസംബിൾ ചെയ്യുന്നതിനുള്ള സമയം എന്ന് പറയുന്നത് പ്രോബബ്ലി ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവരെല്ലാം പലയിടങ്ങളിലായി നിന്ന് പാഞ്ഞെത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരു മിനിറ്റുകൾക്കുള്ളിൽ തന്നെ രക്തക്കുഴലിനകത്ത് ഈ കത്തീറ്റർ കൊണ്ട് സ്ഥാപിക്കുകയും ബലൂൺ വെച്ച് വികസിപ്പിച്ച് വയർ പാസ് ചെയ്തതിന് ശേഷം ബലൂൺ വെച്ച് വികസിപ്പിച്ച് സ്റ്റെൻറ്റ് ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ബലൂൺ വെച്ച് വികസിക്കുന്നതിനുള്ള സമയമാണ് 90 മിനിറ്റ്. അതായത് ഹോസ്പിറ്റലിലെ ഗേറ്റിൽ ഡോറിലെത്തിക്കഴിഞ്ഞാൽ ഈ ബലൂൺ വെച്ച് വികസിപ്പിക്കുന്ന സമയം എന്ന് പറയുന്നത് 90 മിനിറ്റിനുള്ളിൽ നിർത്തിയാലേ ആ പ്രൊസീജിയറിൻ്റെ എഫിക്കസി നമുക്ക് അഷ്വർ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പലപ്പോഴും ഇതിൽ സംഭവിക്കുന്നത്, പല പഠനങ്ങളിൽ ആരാണ് 90 മിനിറ്റുകളിൽ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചു പോകും. പേഷ്യൻ്റ് എത്തിയതിന് ശേഷം 90 മിനിറ്റിനുള്ളിൽ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രധാന കാരണക്കാരാരാണ്? ഡോക്ടർമാരാണോ, ഹോസ്പിറ്റലാണോ, പേഷ്യൻ്റാണോ, അല്ലെങ്കിൽ സിസ്റ്റമാണോ? എവിടെയാണ് സാധാരണ ഇതുണ്ടാകുന്നത്? ബേസിക്കലി ഇതിൽ പല ഇന്ത്യൻ പഠനങ്ങളിലും പറയുന്നത് പ്രധാന ഇതിലുള്ള ഈ 90 മിനിറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണക്കാർ രോഗിയുടെ ബന്ധുക്കളാണ്. അത് അൺഫോർച്ചുനേറ്റായിട്ട് നിർഭാഗ്യവശാൽ സംഭവിക്കുന്നത് അവർ പലപ്പോഴും പല ഒപ്പീനിയനുകളുടെയും അടുത്ത് കൺഫ്യൂഷൻസിലുണ്ടായി അവർ ഫൈനലി ഡിസിഷൻസ് പറയുന്നത് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും. പലപ്പോഴും
ഈ അവസ്ഥയിൽ നമ്മൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഈ ഒരു പീരീഡ് എന്ന് പറയുന്നത് സെക്കൻഡ് ഒപ്പീനിയനുകളുടെ ടൈമാണല്ലോ. അപ്പോൾ ഈ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണോ, തേർഡ് ഒപ്പീനിയൻ എടുക്കണോ? ഒരു കാരണം വെച്ചാലും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ സമയത്ത് അല്ലെങ്കിൽ മേജർ അറ്റാക്ക് ആണെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ 100% ഉറപ്പോടുകൂടി പറയുകയാണെങ്കിൽ അവിടെ ഒരു പേഷ്യൻറ്റ് നെഞ്ചുവേദന എടുത്ത് നിങ്ങളുടെ മുമ്പിലുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളായിരിക്കും, അവർ നെഞ്ചുവേദന എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു ഒരു ഡൗട്ട്, സംശയം പ്രകടിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നുന്ന കാര്യം. 99% അതൊരു അറ്റാക്ക് ആയിരിക്കുകയും അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മൾ ആശങ്കപ്പെടുന്നത് കാരണം നമ്മുടെ രോഗിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഗോൾഡൻ ടൈം നഷ്ടപ്പെടുത്താൻ മാത്രമേ അത് ഉപകരിക്കുകയുള്ളൂ. ഇങ്ങനെ ആശങ്കപ്പെടുന്ന പലരും 100% ആൾക്കാരും ആൻജിയോപ്ലാസ്റ്റിക്ക് ഫൈനലി അല്ലെങ്കിൽ 99% ആൾക്കാർ ആൻജിയോപ്ലാസ്റ്റിക്ക് ഫൈനലി തയ്യാറാവുകയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഒരു അവസരത്തിൽ അത് ആ 30 മിനിറ്റ് ഓൾറെഡി നഷ്ടപ്പെടുന്നതിലൂടെ പേഷ്യൻറ്റിന് കിട്ടുന്ന മാക്സിമം ബെനിഫിറ്റ് ആ ഒരു ആൻജിയോപ്ലാസ്റ്റിയിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നഷ്ടപ്പെടുത്തുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുക്കളിലാണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് ആണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. താങ്ക് യു.